ബാക്കി എമൗണ്ടിൽ ബാക്കി ആധാരത്തിൽ തന്നെ ഈ എമൗണ്ട് സെറ്റിലാകാൻ സാധിച്ചു. അങ്ങനെ കാശ് രൂപ ഇട്ട പറമ്പ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്തു. മറ്റ് ലോൺ ഇപ്പോൾ അടച്ചു പോകുന്നു. എത്രയും വേഗം തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ബാക്കി ലോണുകൾ കൂടെ അടച്ചു തീർക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടിയിൽ ഞങ്ങൾ വെക്കാത്ത ഒരു കാര്യമായിരുന്നു അമ്മയുടെ സഹോദരൻ്റെ ഒരു പുത്രൻ വൈദിക വിദ്യാർത്ഥിയാണ്. 4 വർഷം കൂടെ വൈദികനാകാനുള്ളൂ. ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് ബൈക്ക് ആക്സിഡൻറ്റിൽ വെൻറ്റിലേറ്ററിലായി. ഡോക്ടർമാർ പറഞ്ഞത് 72 മണിക്കൂർ കൂടെ ഇവന് ജീവൻ ഉണ്ടാവുകയുള്ളൂ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ, ഒട്ടും പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ്. പക്ഷേ അവന് വേണ്ടിയിട്ട് അമ്മയുടെ നെറ്റിയിൽ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 72 മണിക്കൂർ കഴിഞ്ഞു. അത് വെൻറ്റിലേറ്ററിൽ നിറക്കി ഇപ്പോൾ അവൻ ആൾക്കാരെ തിരിച്ചറിയുന്നു, രോഗസൗഖ്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒട്ടനവധി വലുതും ചെറുതുമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ചെയ്തിട്ടുണ്ട്. ഈ വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഈശോ മിശിഹായ്ക്കും, വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഈശോ മിശിഹായ്ക്കും 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പരോപകാര പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികളെല്ലാം വളരെ തീക്ഷ്ണമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യകാലത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോവില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ദിവസവും ദിവ്യബലി അർപ്പിക്കാൻ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് സാധിക്കില്ലെങ്കിലും ഫാദറിനും മദറിനും എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാവരും ദിവസവും ബൈബിൾ വായന മുടങ്ങാതെ, ഞാനൊക്കെ ഇടയ്ക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യം ദിവസം നിർബന്ധമാണ് ബൈബിൾ വായന നടത്തണമെന്നുള്ള കാര്യം. അത് വെറുതെ നടത്തുമല്ല, അർത്ഥം മനസ്സിലാക്കി ഗ്രഹിച്ച് തന്നെ അത് ബൈബിൾ വായന നടത്തുകയും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ അമ്മയും ഫാദറും കൂടെ പോയി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് മരുന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് താങ്ങാവുന്ന പൈസ ആണെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. പത്രം, ഇവിടുത്തെ കൃപാസന പത്രം നമ്മൾ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും. അതിലുപരിയായിട്ട് നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്ത് ഇവിടത്തെക്കുറിച്ച് പറഞ്ഞ്, കാരണം നമുക്ക് ലഭിച്ച അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തണം, ആ ദൈവാനുഭവം എല്ലാവർക്കും ലഭിക്കണമെന്നുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആത്മീയ ജീവിതത്തിലും വളരെ ഉണർവ് ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മാതാവിനും ദൈവതിരുമാരനും നന്ദി അർപ്പിക്കുന്നു.